അപ്പോൾ ഇന്ന് ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ട്രൈ നോട്ട് ടു ലവ് പാർട്ട് 2. ഞാൻ പാർട്ട് 1 തീർന്നു. പാർട്ട് 1 എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കുകയാണെങ്കിൽ പാർട്ട് 1 ഉപ്പ് കുഞ്ഞുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇത്തിരി എന്താ വലുതായി ഇത്തിരി ഇങ്ങനെ ചിരിച്ചാൽ പോലും ഞാൻ തന്നെ തല്ലി ശരിയാക്കും. തടി തന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നീട് വീഡിയോ ഒക്കെ കിടക്കുന്നു. പിന്നെ ഈ വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ ഇഷ്ടം പോലെ പേര് പാർട്ട് 1 തന്നെ ഞാൻ കണ്ടു. കുറേ പേര് ലൈക്കൊന്നും ചെയ്തിട്ടില്ല. 5 വ്യൂ ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ല. 5 വ്യൂ ഉണ്ടാക്കി ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് കഷ്ടം. ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സമയം കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വീഡിയോ. നമുക്കപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ചിരിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് അല്ലെന്ന് വെച്ചാൽ എൻ്റെ തല്ല് വൈഫിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് തിരിച്ചിട്ടിട്ട് ഒരു നമ്പർ കാണിച്ച് നിൽക്കുകയാണ് ഈ സേട്ടായി. കാന്താരി വന്ന് സേട്ടായിയുടെ നമ്പർ 1 അടിച്ചു പൊളിച്ചു. ട്രെൻഡിനൊപ്പം ലാലും കൂട്ടരും ഇറങ്ങി. ഞാൻ ചിരിച്ചു. സൗണ്ട് കേട്ടാ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ നല്ല അടി അടിച്ചു വിടാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ലാലും കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണ്. മേക്ക് എ സീൻ ചെയ്യുകയാണ് ഇവർ. കുഴപ്പം പറ്റിയില്ലല്ലോ. ഇതിൽ ലാലാണ് ഇവരുടെ തുറുപ്പ് ചീട്ട്. ലാല് പറ്റോ? ഇത്തിരി കോമഡി ആയിരുന്നു കേട്ടോ. അത് ഞാൻ പക്ഷെ പറഞ്ഞു ഞാൻ തന്നെ അവിടെ തന്നെ ഉണ്ടല്ലേ. ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അവൻ ചെയ്യുമ്പോൾ മറിഞ്ഞടിച്ച് വീഴുമെന്ന്. പക്ഷെ അത് കണക്ക് നടക്കുകയും ചെയ്ത്. പക്ഷെ ഞാൻ ചിരിക്കുകയും ചെയ്തു. ശരി, എൻ്റെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചിരിക്കുന്നതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിരി വരും. അല്ലാതെ ഞാൻ ഈ വീഡിയോ 2 വട്ടം കണ്ടു, എനിക്ക് ഒരു ചിരിയും വന്നിട്ട്. പക്ഷെ വീഡിയോ എടുക്കുമ്പോഴാണ് ഈ ചിരി വരുന്നത്. എന്തിരുന്ന് അറിഞ്ഞൂടാ എനിക്ക് എപ്പോഴും അങ്ങനെ പ്രശ്നം. വീഡിയോ എടുക്കുമ്പോൾ ചിരി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. തവള പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ ലാല് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ? എന്താണ് നേരത്തെ സൂപ്പറായിട്ട് കൊണ്ടത്. പിന്നീട് എൻ്റെ സൗണ്ട് ഞാൻ ഹെഡ്സെറ്റും ഇല്ല മൈക്കും ഇല്ലാതാണ് എടുക്കുന്നത്. ഹെഡ്സെറ്റും ഉമ്മയോണ്ട് പോയി മൈക്കാണെങ്കിൽ കാണാനും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കിട്ടും, എൻ്റെ ശബ്ദം കുറവായിരിക്കും. അതുകൊണ്ടാണ് അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്താ ഇത്രയും ദൂരെ പോയാനെ വീഡിയോ എടുത്ത് പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. ആള് വലിയ അഭ്യാസിയാണ്. അഭ്യാസവും കാണിച്ച് പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കിയതും. ഈ അഭ്യാസിയുടെ കുഞ്ഞമ്മയുടെ മോനാണ് ഈ കുട്ടാപ്പി. അഭ്യാസം കാണാം. കാർട്ടൂണിൽ മാത്രം കാണുമെന്ന് കരുതി അതെങ്ങനെ ചിരിക്കാൻ പറ്റും? ഒരാളെ വണ്ടിയിൽ ഒരിടത്തും വന്ന് ചാടി കയറുന്നു. പക്ഷേ വണ്ടി പൊളിഞ്ഞു പോണ്. ഒരു ഫണ്ണിയൊക്കെ തന്നെ. ഫണ്ണിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിൽ ഇവിടെ ഫേസ് ഇങ്ങോട്ട് മാറ്റി വെച്ച്. ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വല്ലതും വന്നാൽ കാണാൻ പറ്റൂല. അല്ലെങ്കിൽ അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ. സംഭവമാണ് ഇവിടെ റിയൽ ആയിട്ട് നടന്നത്. ചുമ്മാ സൈക്കിളിൽ പോകുന്ന ഈ മഹാൻ സൈഡിൽ വെറുതെ നിന്ന താറാവിന്റെ നെഞ്ചത്തേക്ക് കയറാൻ നോക്കിയതും. ഭാഗ്യം, ഞാൻ വിചാരിച്ചു താറാവല്ലോ.
ശരിക്കും കിട്ടി. നിങ്ങളെ കാണുന്ന കണക്കൊന്നുമല്ല. വേന ഇവിടെ ലൈക്ക് ചെയ്യണേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ ആരും പോലും. ഞാൻ ഒന്നും കൂടെ പറയാണ്. ഹാപ്പി ആയില്ലേ? പാർട്ടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം അറിയുന്ന ഒരു ജാടക്കാരൻ കുട്ടൂസനുണ്ടാകും. അങ്ങനെയുള്ള കുട്ടൂസനാണ് ഈ കൊമ്പത്ത് കയറി നിൽക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ നിന്ന് പാർട്ടി പോപ്പർ പൊട്ടിച്ച് ഷോ കാണിക്കാൻ കുട്ടന്റെ പൊട്ടാസ് പൊട്ടിക്കും. ജോലി സമയത്ത് എന്തെങ്കിലും തമാശയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞ് ഒരു ഷൂട്ടൗട്ട് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? ഷൂട്ടൗട്ടിന്റെ ഒരു വെർഷൻ ഇതാണെങ്കിൽ മറ്റൊരു അവിശ്വസനീയ വെർഷൻ ഇനി കാണാം. കണ്ണു കെട്ടിയാലും താൻ ഗോളടിക്കുമെന്ന് ഈ ചേട്ടനും അതിനെ വെല്ലുവിളിച്ച് ഈ ചേട്ടായിയും. ആര് ജയിക്കുമെന്ന് നോക്കാം. അത് കണ്ട് മനസ്സിലായില്ല. അപ്പത്തേക്ക് ചിരി വന്നു. വീഡിയോ കണ്ടിന്യൂ. എൻ്റെ തലവെടുപ്പ് കണ്ടുകൊണ്ടിരുന്നാലേ വീഡിയോ 1 മണിക്കൂർ കഴിഞ്ഞു. ആരും വന്നില്ല. മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും കാണും. എന്നാൽ വിജയിച്ച ഒരു കൂട്ടുകാരനാണ് ഇത്. മൈക്കിൾ ജാക്സൺ ചെയ്തിട്ടില്ലാത്ത ഒരു നമ്പറോട് കൂടിയാണ് ഈ വ്യക്തി ഡാൻസ് അവസാനിപ്പിക്കുന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതിൻ്റെ ഒന്നും വലുത് വരാൻ പോകും. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നോക്കിൽ ഇങ്ങനെയാണ്. കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ലൈക്ക് ചെയ്തോ ഇല്ലെങ്കിലാണ് എനിക്ക് ഒരു കുഴപ്പം. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തത്. ഒരു ലൈക്ക് അല്ലേ, ഒന്ന് ചെയ്തു. ഇപ്പോൾ മൊബൈലെല്ലാം കൂടെ താഴെ പോയാൽ മൈൻഡ് റീഡിംഗ് നടത്താൻ സഹായിക്കുന്ന വീഡിയോയാണ് അടുത്തത്. ഇതുപോലെ ഇരുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് കൈപൊക്കി കാണിക്കണേ. ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഹെൽത്തി ഹെയറിന് വേണ്ടിയുള്ള ബയോട്ടിൻ, സിങ്ക്, മൾട്ടിവിറ്റമിൻസ് തുടങ്ങിയ ന്യൂട്രിയൻസ് അടങ്ങിയ ഹെയർ സപ്ലിമെന്റ് ആണ് മാൻ മാറ്റേഴ്സ് ഹെയർ ഗമ്മീസ്. ച്യൂ ചെയ്ത് കഴിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെയർ ബ്രേക്ക് ആകുന്നതും തിന്നാകുന്നതും തടയും. കൊളീജിന്റെ പ്രൊഡക്ഷൻ കൂട്ടി മുടിയെ ഏജിംഗിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിവസത്തിൽ 1 വീതം 2-3 മാസം കഴിച്ചാൽ നല്ല റിസൾട്ട് ലഭിക്കും. കംപ്ലീറ്റ്ലി സേഫ് ആണ്. സൈഡ് എഫക്ട്സ് ഇല്ല. ഷുഗർ ഫ്രീ ആണ്. 100% വെജിറ്റേറിയനും ജെലാറ്റിൻ ഫ്രീയുമാണ്. ഹെയർ ഫോളിന്റെ ഒരു റീസൺ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാത്തതാണ്. ആവശ്യത്തിന് ന്യൂട്രിയൻസ് ബോഡിയിൽ എത്താത്തതോടുള്ള പ്രശ്നം മാൻ മാറ്റേഴ്സ് ഹെയർ ഗമ്മീസ് സോൾവ് ചെയ്യും. ഇത് മിഠായിയുടെ രൂപത്തിലായതുകൊണ്ട് യൂസ് ചെയ്യാൻ സൂപ്പർ കൺവീനിയന്റ് ആണ്. മുടി കൊഴിച്ചിൽ തടയണമെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കെയർ ചെയ്യാൻ തുടങ്ങുക. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആൺകുട്ടികളുടെ ഹെൽത്തിന് വേണ്ടി ഓൺലൈനിൽ ഡോക്ടേഴ്സിനെ ഫ്രീ ആയി കൺസൾട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും നൽകുന്നുണ്ട്. സോ അതും യൂസ് ചെയ്യുക. ചില പ്രസംഗ വീരൻ അപ്പം നിങ്ങൾ ആ പരസ്യം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് മാറ്റിയത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ. ചില പ്രസംഗ വീരന്മാരുണ്ട്. ആളുകളെ ത്രസിപ്പിക്കുന്ന പ്രസംഗങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കും. ഈ അണ്ണന്റെ തീപ്പൊരി പ്രസംഗം കേട്ട ഈ ചേച്ചിയുടെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. அது மாதிரி உலகத்துல மூத்த மொழியும் தாய்மொழி தமிழ். அந்த தமிழ் வாழ்க, தமிழ் வெல்க. நன்றி, ஜெயஹிந்த். സൂപ്പറായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ വീഡിയോ നിർത്താനുള്ള ബട്ടൻ്റെ പകരം ഞാൻ റെക്കോർഡിങ്ങിൻ്റെ ബട്ടണിലാണ് എപ്പോഴും പോയി നിർത്തുന്നത്. ഭാഗ്യത്തിനത് റെക്കോർഡിങ്ങിൽ തന്നെ ഞാൻ റെക്കോർഡിങ് നിർത്തിയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ചിരിച്ചത് നിങ്ങൾ കണ്ടോ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ക്യാമറ ഓഫ് ചെയ്തതാണ് ഞാൻ നെക്സ്റ്റ്. രാത്രി വരെ മണ്ണ് മാന്തിയിട്ട് ആ ക്ഷീണത്തിൽ ഒരു കല്യാണ വർക്കിന് വന്നതാണ് ഈ JCB ഓപ്പറേറ്റർ. ഇവിടെ മണ്ണിന് പകരം പെണ്ണും ചെക്കനുമാണെങ്കിലും JCB-കാരന് ശീലിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ. ടിപ്പറിലേക്ക് മണ്ണിടുന്ന പോലെ രണ്ടിനെയും ഒരിടല്. വല്ല കാര്യമുണ്ടോ? ഞാൻ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടേ കിടക്കിടയ്ക്ക് കറണ്ട് പോകുമ്പോൾ വരുന്നതാണ്. ഇവിടെ കറണ്ട് പോക്കുന്ന ചുമ്മാതിരി പോക്കോ. കാണാം. ഇതുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ
ജീവിക്കുന്നത് എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കുകയാണ് ഈ വ്യക്തി. ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. പിന്നെ എങ്ങനെ നേരത്തെ ഔട്ടാകാതിരിക്കും? കല്യാണ വീട്ടിലെ അമ്മാവന്മാർ രണ്ടെണ്ണം അടിച്ചിട്ട് കിണ്ടിയായി ഡാൻസ് കളിക്കുന്നത് കാണാറില്ലേ? വ്യത്യസ്തമായ ഒരു സ്റ്റെപ്പ് ഈ മാമൻ കളിക്കുന്നുണ്ട്. എന്തോന്നിത് മാമ? ഒരു ഡോർ ക്യാമിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോയാണ് ഇത്. വലിയ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇദ്ദേഹം. കണ്ടു നോക്കാം. ഈ സംഭവം വളരെ നല്ലൊരു ഇതാണ്. ഇതുപോലൊരു ഇത് വേറെ എവിടെയും ഉണ്ടാകില്ല. പിടിച്ചു കടിച്ചു. സംഭവം അത് ചുമച്ചാണെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇതെന്താണ് എന്നറിയുന്നവർ ഒന്ന് പറയണേ. ബോട്ടിൽ സുഖമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ അടിക്കടിക്ക് ഇവിടെ വേന എടുക്കുന്നു. ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോക്ക് തന്നെ 2 വട്ടം ചിരിക്കുകയാണെങ്കിൽ ആ ചിരി കാര്യമാക്കില്ലേ രണ്ടാമത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു റൂൾ. ാകാൻ നോക്കിയതാണ് ഈ കണ്ണാപ്പി. പാലത്തിന് മുകളിലൂടെ നടന്ന് ബോട്ടിൽ കയറാൻ നോക്കുകയാണ്. മരവിച്ച വേദന എടുക്കുന്നില്ല. സിനിമയിൽ ലാലേട്ടൻ ഒരു കോഴിയെ തൂക്കി പിടിച്ച പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. നരേന്ദ്രമോദിയെ പാട്ട് പഠിപ്പിക്കുന്ന മിമിക്രി വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പാട്ട് മോദി പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്തോ കാര്യമായി റെക്കോർഡ് ചെയ്യുകയാണ് ഈ വീഡിയോഗ്രാഫർ. അടിപൊളി. ചേച്ചി തള്ളി തുടങ്ങിയപ്പോഴേ പ്രതീക്ഷിച്ചതാ. കൺഗ്രാജുലേഷൻസ്. നീ വേറെ ഫോൺ എടുക്ക. ഏത് ഫോണാ പോയി? ഐഫോൺ എങ്ങാനാണെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഒന്ന് കടന്നേനെ. ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് തിരിച്ചു. കുഴപ്പമില്ല, ഞാനൊന്നും പറയുന്നില്ല. ഈ മെസ്സേജ് ഇടക്കിടക്ക് വരുന്നു. ഓക്കെ, പോവാം. അടുത്ത സംഭവത്തിലേക്ക് പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പറഞ്ഞ ഇവിടെ കൂടെ ഒന്ന് ചെയ്തേക്കണേ. സ്നേഹം എത്ര കൊടുത്താലും തിരിച്ചു കിട്ടണമെന്നില്ല. ഈ വ്യക്തി തന്റെ കൂട്ടുകാരിയെയും കൂട്ടി ന്യൂ ഇയർ പാർട്ടിക്ക് പോയതാണ്. എന്നാൽ അവിടെ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ തകർക്കുന്ന സംഭവമായിരുന്നു നടന്നത്. ഞാൻ എൻ്റെ ചിരി പൊത്തി പിടിച്ചല്ലേ ഇങ്ങനെ ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ തേപ്പ് കിട്ടും. തേപ്പ് കിട്ടി കഴിഞ്ഞു. കപ്പ് വെച്ച് ജയിച്ചിട്ട്
കയറിയിട്ട് എന്തിനാ ചോദിക്കാൻ പോകണമെന്നറിയാം. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന്. വല്ലപ്പോഴും ഒരു വീഡിയോ ഇടണ്ടി. വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തിടുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോയാൽ അതിന് വിഷമിക്കാം. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. 4-മത്തെയോ 5-മത്തെയോ വട്ടമാണ്. ആടിനെയും വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുകയാണ് ഇവർ. കേട്ടു നോക്കാം. ഒരു സെക്കൻഡ്. ആടിനല്ല, അപ്പുറത്തേക്ക് ആളിനായിരുന്നു. ഞാൻ ഒന്ന് വിചാരിച്ചപ്പോൾ ആടിന് മൈക്ക് കൊടുത്തിരിക്കുന്നു. സൗണ്ടിന് എന്ത് പറ്റി? അടിപൊളി. ആട് വയറ് തിന്നു കായും കറണ്ട് അതുവഴി പോവാ. എനിക്കറിഞ്ഞൂട. കറണ്ട് മൈക്കുണ്ട് വയറ് പോയി. പോവാം നോക്കാം. ഇതിന്റെ വയറ് ആട് തിന്നു. അത് കണ്ട പാവന്മാരെ ചങ്ക് കലങ്ങിക്കാരും ഉറപ്പാ. കാരണം ഇത്തിരി വില എത്രയാണെന്നൊന്നും അറിയണ. പക്ഷേ ഇങ്ങനത്തെ മൈക്കിനൊക്കെ നല്ല വിലയായിരിക്കും. ഇത്രയും വിലയുള്ള മൈക്ക് ആട് തിന്നാ ആര് ചങ്കായാലും കലങ്ങിപ്പോവും. ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് വരുമായിരിക്കും. നല്ല വില ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വരില്ല. 1000 ഇത്രയൊക്കെ ആണെങ്കിൽ വരത്തില്ല. അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയാണ് വലിയ പൈസയൊക്കെ ആണെങ്കിൽ വരും. ചെലന്തിയാണോ പാറ്റയാണോ ഇതരാണോ ഞാൻ കണ്ടില്ല. ഞാൻ ചിരിച്ചാൽ എനിക്ക് അടിക്കുക. അതുകൊണ്ട് ഞാൻ നോക്കിയില്ല. എന്താ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി വാങ്ങി വെച്ച ഐലാഷ് കണ്ടിട്ടുള്ള കരച്ചിലായിരുന്നല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. പിന്നീട് അവർ പിന്നെയും പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാണ്. അവർ പറഞ്ഞ കാര്യം എൻ്റെ ചാനലും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാ ചങ്കുമച്ചന്മാർക്കും ബൈ.